വ്യത്യസ്തമായ ഒരു കല്യാണം. എന്തൊക്കെ ചടങ്ങുകളാണ് അറിയോ ഇവരുടെ കല്യാണത്തിന്. അപ്പം നമ്മൾ എല്ലാവരും ഒരുക്കത്തിലാണ്. ഇപ്പോൾ ഒരു ചെറിയ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിവിടെ തറവാട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, മന്ത്രകോടി ഒരു ഗ്രാമം മുഴുവൻ കൊണ്ടുപോയി കാണിക്കുകയാണ്. കല്യാണ ചെക്കന് കുളിക്കാനുള്ള വെള്ളം വീടുകൾ തോറും വാങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. എല്ലാം വെറൈറ്റി സംഭവങ്ങൾ തന്നെയാണ്. കല്യാണം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ ഇന്നലത്തെ കല്യാണ തലേന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇനി നമ്മുടെ കല്യാണമാണ്. അപ്പോൾ രാവിലെ കുറേ ചടങ്ങുകളുണ്ട്, ചെക്കനെ കുളിപ്പിക്കൽ അത് ഇത്. ഇപ്പോൾ നമ്മളിതാ കയ്യൊക്കെ നിറച്ച് കണ്ട വളയൊക്കെ ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ട് ഇന്നിപ്പോൾ പോവുകയാണ്. ഇനിയിപ്പോൾ കുറേ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും കല്യാണത്തിന്. അവിടെയാണ് കല്യാണം. കണ്ടോ, കൈ നിറയെ വളയിട്ടിട്ട് രണ്ട് കൈയിൽ. അപ്പോൾ ഇപ്പം നമ്മൾ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കാണാൻ പോവുകയാണ്. ചെക്കൻ്റെ മാത്രമുള്ള ചടങ്ങുകൾ കണ്ടിട്ട് നമ്മൾ ഉച്ചയ്ക്കാണ് പോകുന്നത്. അവിടെ 4 മണിയൊക്കെ ആകുമ്പോഴാണ് കല്യാണം തുടങ്ങുന്നത്. രാത്രിയിലാണ് കല്യാണം. ഇത് പക്ഷേ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങും. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ ഓരോ ചടങ്ങുകളും നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ തറവാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ ബൈക്കിലാണ് തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അപ്പം നമ്മൾ എല്ലാവരും ഒരുക്കത്തിലാണ്. ഇപ്പോൾ ഒരു ചെറിയ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിവിടെ തറവാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ കോട്ടൺ സാരി, കാരണം ഭയങ്കര ചൂടാണ്, ഇനി ഈ കോട്ടൺ സാരി ഉടുത്തിട്ട് നമ്മളെ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിനെ കൂട്ടാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും പട്ട് സാരിയൊക്കെ എടുക്കും. അപ്പോൾ ഇപ്പം ഇതാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പം നമ്മൾ താഴേക്ക് പോകാം. അവിടെ ഒരുക്കങ്ങളാണ്. ഞാൻ ലിപ്പിനെ കമ്മലൊക്കെ ഇട്ട് ഇടിപ്പിക്കുകയായിരുന്നു. ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള ഓരോ ചടങ്ങുകൾ കാണാം. ചെക്കനെ കുളിപ്പിക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ഒരുക്കത്തിലാണ് കല്യാണത്തിന് പോകാനുള്ള ഇന്ന് കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചടങ്ങുകളുണ്ട്. എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ മുറത്തിൽ വെച്ചിരിക്കുന്നത് കല്യാണ പെണ്ണുടുക്കേണ്ട മന്ത്രകോടിയാണ്. അപ്പം അത് പൂജിച്ച് ഓരോ വീടുകൾ തോറും വെള്ളം വാങ്ങാൻ പോകും. അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. ഏറ്റവും ആ ഇരിക്കുന്ന ചേച്ചിയാണ് ആ ചടങ്ങുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പെങ്ങളുട്ടിയാണ്, ചെക്കൻ്റെ പെങ്ങള്. ഇപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ വെള്ളം അങ്ങനെ വെച്ചത്. ആ വെള്ളം, മൺകുടത്തിലുള്ള വെള്ളം ഇന്നലെ ഫുള്ള് പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ ആ വെള്ളവും ഈ ചേച്ചി മന്ത്രകോടിയും എടുത്തിട്ട്, മന്ത്രകോടി, സ്വർണം, നെക്ലേസ് അങ്ങനെ എല്ലാം എടുത്തിട്ട് ഈ ഗ്രാമം മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. ഈ പെങ്ങളുട്ടി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് ഇതാ ഫ്രണ്ടിൽ ഇവിടെ കൊട്ട് തുടങ്ങി. ഓരോ വീട്ടിൽ നിന്നും വെള്ളം വാങ്ങണം. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഫാമിലിയിൽ ഉള്ളവരെല്ലാം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ. ഇത് ചെറിയ കുഞ്ഞമ്മ, അതിൻ്റെ ഇളയ കുഞ്ഞമ്മ, ഇപ്പുറത്തതാ നിൽക്കുന്നത്. ഈ സൈഡിൽ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ അമ്മായിയമ്മയാണ്, ഇവരുടെയൊക്കെ മൂത്ത എടുത്തി. അപ്പോൾ അവരെല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇനി ഈ വെള്ളം കൊണ്ട് ഈ ഗ്രാമം ഫുള്ള് നടക്കണം. ഈ ഗ്രാമം ഫുള്ള് നടക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം പോകുന്നത് നമ്മളെ ദേവീൻ്റെ അമ്പലത്തിലാണ്. അവിടെ പൂജയും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരു 5-6 വീടുകളുണ്ട്. നമ്മുടെ സ്വന്തം ജാതിയിലുള്ള കുടുംബങ്ങളുടെ വീടുകളിൽ നിന്ന് മാത്രം വെള്ളം എടുക്കും. ഇപ്പോൾ നായരാണെങ്കിൽ നായർ ഫാമിലിയിൽ നിന്ന്, ഇപ്പോൾ വേറെ മാരാരാണെങ്കിൽ അങ്ങനെ അവർ. ഇപ്പോൾ നമ്മൾ ദലായിമാരാണ്. അപ്പോൾ ദലായി കുടുംബങ്ങളുടെ വീടുകളിൽ നിന്ന് മാത്രം ഈ വെള്ളം വാങ്ങുക. ആ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ചെക്കൻ കുളിക്കുന്നത്. അപ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ വെള്ളമാണ് എന്നാണ് ഇവരുടെ ഓരോരോ ആചാരങ്ങളാണ്. ഒഡീഷയിലെ ഓരോ ചിട്ടകളും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു പോവുകയാണ്. ആദ്യം പോകുന്നത് നമ്മുടെ ദേവിയുടെ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ആ വെള്ളം വെച്ച് പൂജിച്ച് കല്യാണ മന്ത്രകോടി ഒക്കെ പൂജിച്ചതിന് ശേഷമാണ് വേറെ വീടുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാ ഗ്രാമത്തിലും ഒരു ദേവിയുടെ അമ്പലവും ഒരു ശിവൻ്റെ അമ്പലമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ദേവിയുടെ അമ്പലം ഞാനും കുഞ്ഞമ്മയും ഒരു ആ വീഡിയോ എൻ്റെ 1,83,000 ഓടിയ ഒരു വീഡിയോ ആണ്. ഞാനും കുഞ്ഞമ്മയും ഒരു ലക്ഷ്മി പൂജയുടെ വീഡിയോ ഒക്കെ കണ്ടവരുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് ഞങ്ങൾ പോയ ആ അമ്പലമാണ്. അപ്പോൾ നമ്മുടെ ആ ഗ്രാമത്തിലെ ആ അമ്പലമാണ്. അപ്പോൾ അതാ നമ്മൾ പോവുകയാണ്. ഈ പെങ്ങളുട്ടി ആ കുടത്തിൽ വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ സംസാരിക്കാനൊന്നും പാടില്ല, പതുക്കെ നടക്കണം. അപ്പോൾ നമ്മളെല്ലാവരും മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതെൻ്റെ മുന്നിൽ അമ്മ പോകുന്നുണ്ട്. അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നതിന് വലിയ താല്പര്യമില്ല, ഇഷ്ടമല്ല. പിന്നെ കല്യാണം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോകളിലും അമ്മയൊന്നും അധികം ഇല്ലാത്തത്.
അവർക്ക് വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല. അനിയത്തി ടിക്ടോക്ക് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമൊക്കെ വീട്ടിലായതാണ്. അതുകൊണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞമ്മമാർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരൊക്കെ നല്ല ഹാപ്പിയാണ്. വീഡിയോ എടുക്കുന്നതിന് അവരൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ അമ്മേൻ്റെ മുന്നിൽ എടുക്കാനൊരു പേടിയൊക്കെ ആയിരുന്നു. പിന്നെ കല്യാണം ആയതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ അത് അനിയത്തിക്കുട്ടി ആ വെള്ളമൊക്കെ അവിടെ കൊടുത്തിട്ട് ഇവിടെ ഇത് നമസ്കരിക്കുകയാണ്. ഇതാണ് പെണ്ണിന് ഇട്ട് കൊടുക്കുന്ന, ചെക്കൻ ഇടുന്ന നെക്ലേസ്. അപ്പോൾ ഇത് ഇവിടെ അധികം കല്യാണത്തിനിടുന്നത് നമ്മൾ താലിമാല ഇടുന്ന പോലെ നെക്ലേസാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ശരിക്കും ഇവരെ പൂജിച്ച വളയാണ് ഇവർക്ക് താലി എന്ന് പറയാൻ, കാൽമോതിരവും വളയും. അപ്പോൾ കുഞ്ഞമ്മ കൊണ്ടുപോയിട്ട് അത് പൂജിക്കുകയാണ്. അപ്പോൾ മന്ത്രക്കോടി ആ മുറത്തിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പൂജിക്കണം. അപ്പോൾ ദേവീൻ്റെ മുന്നിൽ ആദ്യം ദേവിക്ക് കാണിച്ചിട്ടാണ് ഇവർ കല്യാണത്തിൻ്റെ ആദ്യത്തെ ചടങ്ങാണിത്. ഈ കല്യാണ തലേന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ വീഡിയോ കണ്ടല്ലോ എല്ലാവരും, കാണാത്തവർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഇതാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നവരൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഇതും നടക്കുകയാണ്. അമ്പലത്തിൽ പൂജിക്കുകയാണ്. മന്ത്രകോടി, ആ നെക്ലേസ്, എല്ലാ കല്യാണത്തിനും ചെക്കന്മാരിങ്ങനെ ഒരു നെക്ലേസ് ഇട്ട് കൊടുക്കും പെണ്ണിന്. താലിമാലയ്ക്ക് പകരം നെക്ലേസാണ് ഇട്ട് കൊടുക്കുക. വേറെ താലി ഇല്ലല്ലോ. പിന്നെ വള, മെയിൻ കുപ്പിവള, അത് സ്വർണ്ണത്തിൻ്റെ ഉള്ള കുപ്പിവളകൾ. അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കുറച്ച് നേരം അമ്പലത്തിലിരുന്ന് ആ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇരുന്നിട്ട് അപ്പോൾ അത് പൂജിച്ചിട്ട് നെക്ലേസൊക്കെ ഞങ്ങളെ കയ്യിൽ തന്നെ തരും. അപ്പോൾ നമ്മളതൊക്കെ എല്ലാം സൂക്ഷിച്ചൊക്കെ നല്ല കെയർഫുള്ളായിരിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണ ബഹളമാകുമ്പോൾ അത് ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ എന്നെ സൂക്ഷിച്ച് വെച്ചോളാം, അവർ കൊണ്ടുപോവുക, പൂജിക്കുക, കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പെങ്ങൾ അല്ലെങ്കിൽ ഏടത്തിയമ്മയാണ് ഈ ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മളെ മന്ത്രകോടിയൊക്കെ ആ ഒരു ചേച്ചി മുറത്തിൽ വെച്ചിട്ട് അതങ്ങനെ പൂജിക്കും. ഈ സ്വർണം മാത്രം നമ്മൾ ഫാമിലിയിൽ ആരെങ്കിലും പിടിക്കും. അപ്പോൾ ഇത് എൻ്റെ ഇളയ കുഞ്ഞമ്മേൻ്റെയും മൂത്ത കുഞ്ഞമ്മേൻ്റെയും 2 പെങ്ങളാണ്. അപ്പോൾ അവരെ ഫോട്ടോയൊക്കെ എടുത്ത് നിന്നിട്ട് ഓരോ ഫോട്ടോയൊക്കെ എടുത്തു ഞാൻ. അപ്പോൾ നമ്മൾ നല്ല കമ്പനിയാണ്. അവർ ഭയങ്കര സപ്പോർട്ടാണ്. ഈ അനിയത്തിയൊക്കെ ഭയങ്കര ഇതാണ്, ടിക്ടോക്ക് അത് ഇത് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എടുക്കാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ മൂത്ത കുഞ്ഞമ്മേൻ്റെ മോളാണ് ഇപ്പുറത്തെ നെറ്റൊക്കെ തലയിലിട്ടിട്ടുള്ളത്. അവളുടെ ആങ്ങളെയാണ് കല്യാണം കഴിക്കുന്നത്. ഇളയതിൻ്റെ ആങ്ങളെ പഠിക്കുകയാണ്, ഇപ്പോൾ ആയിട്ടില്ല. ആ കല്യാണമൊക്കെ അതിഗംഭീര ചടങ്ങായിരിക്കും. കാരണം അവർ കുറച്ചും കൂടി ബിസിനസ് കാര്യങ്ങളൊക്കെ, ഇളയ അനിയന് നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂത്താക്ക് ഒരു ഇച്ചിരി ചെറിയ ബിസിനസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള നാടൻ രീതിയിലുള്ള കല്യാണ ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നിന്ന് വീഡിയോ എടുക്കുന്നവരും ഫോട്ടോയൊക്കെ എടുത്ത് അവരെ ക്യാമറയിലൊക്കെ ഉൾപ്പെടുത്തി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോയിലുണ്ട്. എൻ്റെ ക്യാമറയിൽ എൻ്റെ മക്കൾ വന്നിട്ടില്ല കല്യാണത്തിൻ്റെ അന്ന്. റിസപ്ഷൻ അവരെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, മോളും മോനും. ഇത് ഈ വെള്ളം പൂജിച്ചിട്ട് ഇനി നമ്മൾ കൊണ്ടുപോവുകയാണ് താഴേക്ക്. അപ്പോൾ സംസാരിക്കാൻ പാടില്ല. ഈ വെള്ളം ഞാൻ എൻ്റെ 3 പേരുടെ അനിയൻ്റെ കല്യാണത്തിന് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. മിണ്ടാൻ പാടില്ല, സംസാരിക്കരുത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണം. ഓരോ വീടുകൾ തോറും വെള്ളം വാങ്ങണം. അപ്പോൾ വീഡിയോ ക്യാമറാമാന്മാരൊക്കെ അത് അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ആദ്യം അമ്പലത്തിൽ പൂജയും കാര്യങ്ങളും ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ഓരോരോ വീടുകളിലാണ്. അപ്പോൾ അവരുടെ അനുഗ്രഹത്തിൻ്റെ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ വെള്ളം കൊണ്ടുപോയിട്ടാണ് ചെക്കനെ കുളിപ്പിക്കുന്നത്. അത് ഭയങ്കര ഒരു ചടങ്ങാണ്. ഞാനത് ഇന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ലെങ്ത് ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം. ഇവിടെ ചെണ്ട മുട്ടുന്നവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബാൻഡ് മുട്ടുന്നവർ, അവർ മുട്ടിക്കൊണ്ടും ഈ പീപ്പി ഊതിക്കൊണ്ടൊക്കെ വരും നമ്മളെ കൂടെ തന്നെ. അപ്പോൾ അവരുടെ ആ സൗണ്ടിലാണ് ആൾക്കാർ അറിയാം ആരോ വരുന്നുണ്ടല്ലോ കല്യാണത്തിൻ്റെ. അപ്പോൾ അവർക്ക് അറിയാമല്ലോ നമ്മുടെ ഫാമിലി, നമ്മുടെ ജാതിയാകുമ്പോൾ എല്ലാവരും അവരൊറ്റക്കെട്ടായിരിക്കും. അപ്പോൾ അവർക്ക് അറിയാം എങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഇവിടെ ഒരു അമ്മ വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ മൺകുടത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി വേറെ വീട്ടിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരാളെ കയ്യിൽ ഇത് എൻ്റെ അമ്മയാണ് പിടിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയും മഞ്ഞളും, ഒരു പിടി മഞ്ഞൾ. അപ്പോൾ അവർ വെള്ളം ഒഴിച്ച് വരുമ്പോൾ കുളിക്കാനുള്ള മഞ്ഞളും തേച്ച് കുളിക്കാനുള്ള എണ്ണയും മഞ്ഞളും കൊടുക്കണം. കല്യാണത്തിൻ്റെ അതൊരു ചടങ്ങാണ്. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം ചെക്കന് കുളിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ വെള്ളം അവർ പ്രാർത്ഥിച്ച് അവർ അനുഗ്രഹത്തിൻ്റെ ഒരു വെള്ളം കൊടുക്കുമ്പോൾ ഇതാ കണ്ടോ വെള്ളം അതിലേക്ക് ഒഴിക്കുന്ന മൺകുടത്തിൽ ഒരു തുള്ളി ഒഴിക്കുക, ഒരു 1/2 ഗ്ലാസ്. അപ്പോൾ അതാ മഞ്ഞളും എണ്ണയും കൊടുക്കും അവർക്ക് കുളിക്കാനുള്ളത്. അപ്പോൾ ഇനി കുളിച്ചിട്ട് അവർ വരണം കല്യാണത്തിന്. നമ്മളെ ഫാമിലിയിലുള്ളവർ തന്നെ കുടുംബത്തിലുള്ളവരാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഇവിടെ അരി കലക്കിയിട്ട് ഉള്ള ഒരു വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് അവർ അവിടെ അങ്ങനെ കോലം ഇങ്ങനെ 3-5 കുത്തും മതില്.
അപ്പോൾ അതൊക്കെ ഒരു ചിട്ടയാണ്, അവരുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ശുഭ കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ എല്ലാവരും അളത്തട്ട കണ്ടില്ലേ, അതുപോലെ ഇതും അവരുടെ ഒരു ചടങ്ങാണ്. കണ്ടോ, വെള്ളം കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു ചേച്ചി കോലിടുന്നുണ്ട്, ഇതാ മഞ്ഞളും എണ്ണയും ഒഴിച്ച് കൊടുക്കുന്നു. അവർ കുളിക്കോ ഇല്ലയോ എന്നൊക്കെ വേറെ കാര്യം, പക്ഷെ അത് കൊടുക്കണം, അതൊരു ചടങ്ങാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ വീടുകളും ഏകദേശം ഒരു 7 വീട്, മിക്കവാറും 7 വീട്ടിലെങ്കിലും അത് വാങ്ങണം എന്നാണ്. ഒരുപാട് ഫാമിലി ഉണ്ടാവും, പക്ഷേ 7 കുടുംബങ്ങളുടെയെങ്കിലും വാങ്ങണം. അത് അവരുടെ ഒരു ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇതൊക്കെ ഒഡീഷയിലെ ഓരോരോ ചടങ്ങാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏടത്തിയമ്മ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ ശിവരാത്രി വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവരെ. ആ ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ആ ചേച്ചിൻ്റെയും വെള്ളം കൊടുത്തു, എന്നിട്ട് അവർക്കും ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തു, ഇച്ചിരി മഞ്ഞളും. ഇപ്പോഴത്തെ ഈ മുറത്തിൽ ആ ചേച്ചി ഇത് മന്ത്രകൊടിയൊക്കെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും എടുത്തിട്ട് ഇങ്ങനെ പോകണം, അവരാരും കാണുമൊന്നുമില്ല, അങ്ങനെ കയ്യിൽ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ഉണ്ടായ ആ അമ്മേനെ ഞാൻ നമസ്കരിക്കുകയാണ്, ഇങ്ങനെ കാല് തൊട്ട് നമസ്കരിക്കണം, പ്രായമുള്ളവരെ. അത് നമ്മളെ ഫാമിലിയിൽ അച്ഛൻ്റെ അവരെ ഒരു ഫാമിലിയിലുള്ളവരാണ്. അപ്പോൾ അവരെ നമ്മൾ പരിചയമുള്ള അറിയുന്നവരെ അങ്ങനെ കാല് തൊട്ട് നമസ്കരിക്കണം, നമ്മളെ ഫാമിലിയിലുള്ളവർ. അല്ലാതെ അറിയാത്ത കുടുംബങ്ങളൊന്നും തുറന്നു അങ്ങനെയില്ല, അറിയുന്ന അവർ. അപ്പോൾ അത് ഇവിടെ നിന്നും വെള്ളം വാങ്ങി. അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിൽ നിന്നും വാങ്ങിയിട്ട് കുഞ്ഞുമ്മ എന്നോട് പറയുകയാണ്, പോകാം, ഇനി അധികം വീടുകളില്ല എന്ന്. പിന്നെ നേരെ പോകുന്നത് അങ്ങൊരു വീടുണ്ട് നമ്മളെ ഫാമിലിയിലില്ല, അപ്പോൾ അവിടെയും കൂടി പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. ഇപ്പോൾ ശംഖ് ഊതിക്കൊണ്ട് പോകുന്നത് ഇവിടെ ഒരാൾ സൈക്കിളിൽ കണ്ടോ. ഇവർ വഴി രീതിയിലുള്ള ഓരോ ഇതിലാണ് നടക്കുന്നത്. ഇവരെ ഇതിനൊക്കെ ഓരോ അവരുടെ ജാതിയിലുള്ള ആളായിരിക്കും. ഈ ചെണ്ട മുട്ടുന്നവർ, പിന്നെ ഈ മുറത്തിലെടുക്കുന്നില്ലേ, അത് വേറൊരു ജാതിക്കാരായിരിക്കും. അവർക്ക് അതാണ് തൊഴിൽ, അവരവരുടെ തൊഴിലാണ് അവർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ചേച്ചി കണ്ടോ ഒഴിക്കുന്നത് കണ്ടോ, ഈ ഇളനീര് വെച്ചിട്ടുള്ള ആ മാവലിയും ഇളനീരൊക്കെ വെച്ചിട്ടുള്ള ശുഭകാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ അവിടെ കോലമൊക്കെ ഇട്ടിട്ടുള്ള കണ്ടോ. അപ്പോൾ അത് ആ ചേച്ചി ചേച്ചീനെ നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ പെൺകുട്ടി ഉണ്ടോ. അപ്പോൾ അവരാരാണോ വീട്ടിലുള്ളത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നാണ്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആ മൺകുടം നിറഞ്ഞിട്ടുണ്ടാവും, എന്നാലും അവരിങ്ങനെ ഒഴിക്കുമ്പോൾ അത് തുളുമ്പി സാരി ഫുള്ള് നനയുകയും ചെയ്യും. എൻ്റെ അനിയൻ്റെ കല്യാണത്തിനൊക്കെ ഞാനായിരുന്നു ഇതുപോലെ ചെയ്തത്. അപ്പോൾ എനിക്ക് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലേ, പെങ്ങളൂട്ടി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. പെങ്ങൾ ചെയ്താലും മതി, പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഏടത്തിയമ്മയാണിത് ചെയ്യേണ്ടത്, ഏടത്തിയമ്മ അല്ലെങ്കിൽ പെങ്ങൾ. അപ്പം അങ്ങനെ ഓരോ വീടുകൾ തോറും വെള്ളം അങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ പോകണം. അവരുടെ ഒരു ആശീർവാദത്തിൻ്റെ വെള്ളമാണ്. എന്നിട്ട് ഞങ്ങൾ ആ വെള്ളം കൊണ്ടുപോയിട്ട് ചെക്കനെ കുളിപ്പിക്കുന്ന ചടങ്ങുകളാണ്. അതിമനോഹര കാഴ്ചയാണ്. വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട്, ബാത്റൂമിലല്ല കേട്ടോ, ബാത്റൂമിൽ പിന്നെയാണ് കുളിക്കുക. ആദ്യം ഇവരുടെ ചടങ്ങ് കാര്യങ്ങളൊക്കെ തലയിൽ കൂടെ പ്രാർത്ഥനയോടെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെയാണ് ബാത്റൂമിൽ പോയി കുളിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് ഇവരുടെ ഓരോ ചടങ്ങുകൾ, ഓരോരോ ആചാരങ്ങളല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ. എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു, എന്തൊക്കെ ചടങ്ങുകളെ അവർക്ക് എന്നൊക്കെ വിചാരിക്കും. ഇതെല്ലാം എല്ലാ കല്യാണങ്ങൾക്കും ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അത് വീഡിയോ ക്യാമറാമാന്മാരും ഉണ്ട് കൂടെ. കണ്ടോ, കല്യാണ കാസ്റ്റിൽ ഇതെല്ലാം നല്ല എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ കാണിക്കും. അപ്പോൾ അതെല്ലാം എല്ലാവരും കുറേ വീടുകളിൽ നിന്ന് നമ്മൾ വെള്ളം വാങ്ങി പെങ്ങളൂട്ടീനെ ഫുള്ള് നനച്ച് അവൾക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. സാരിയൊക്കെ ഫുള്ള് നനയും. ഒരുപാട് ഇതാ കണ്ടോ, അങ്ങനെ നനച്ച് വയ്ക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അവരുടെ ഒരു രസം, ഒരു ചടങ്ങാണ്. ഇനി നമ്മൾ പോയിട്ട് ഈ മുറത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ മന്ത്രകൊടി, ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങൊരു വീട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ചെണ്ടമേളം ഒക്കെ എല്ലാം നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. മുറത്തിൽ ചേച്ചി ഉണ്ടോ മന്ത്രക്കോടിയും ഈ നെറ്റിയിൽ ഇടാനുള്ള ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എന്താണ് സാധനങ്ങൾ എന്ന് കല്യാണത്തിന് നമ്മൾ അവിടെ പോകുമ്പോഴാണ് അതറിയുക. അപ്പോൾ കുറച്ച് നേരം നടക്കും, പിന്നെ വീഡിയോ എടുക്കും, കുറച്ച് നേരം നടക്കും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആ ഗ്രാമത്തിലെ കുറേ വീടുകളൊക്കെ ഇങ്ങനെ ഒരു ഏടത്തിയമ്മയായിട്ട് വരും ഇപ്പുറത്തുള്ളത്. അപ്പം നമ്മൾ ഉള്ളിലൊരു വീടുണ്ട്, അവരടുത്ത് എത്ര ദൂരം ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് വാങ്ങണം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇനി ഒരു ചെറിയൊരു ചെണ്ടമുട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറുക. അപ്പോൾ കയറാൻ നേരത്ത് ലിപ്പീൻ്റെ ഹസ്ബൻഡിനോട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൊട്ടുന്നുണ്ട്.
കയറാൻ നേരത്ത് ഭയങ്കര കൊട്ടും മുട്ടലാണ്. അപ്പോൾ അത് അവരുടെ ആ ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോകും ചെക്കനെ കുളിപ്പിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം.